14ാം കേരള നിയമസഭ 5ാമത്തെ സമ്മേളനം. നക്ഷത്രത്തിനിടാത്ത ചോദ്യം 371. കേരളം കുറിച്ചു വയ്ക്കട്ടെ. 26/4/2017 കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനോട് കേരളത്തിലെ MLA എം സ്വരാജ് ചോദിച്ച ചോദ്യം: ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരംതിരിച്ചറിയിക്കാമോ? ചോദ്യം. ഉത്തരം: തോമസ് ഐസക് ധനകാര്യ കയർ വകുപ്പ് മന്ത്രി. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2014 നവംബർ മുതൽ എന്ന് പറഞ്ഞാൽ 2014 നവംബർ മുതൽ എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ 2014 വെറും 2 മാസം. 2015 ജനുവരി വരെ എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി. ഞാൻ പറഞ്ഞതുപോലെ 3 മാസത്തെ കുടിശ്ശിക. 3 മാസം വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കുടിശ്ശിക ഉണ്ടായിരുന്നു. എന്നിട്ടോ 2015 ഫെബ്രുവരി മുതലുള്ള തുക വളരെ ശ്രദ്ധിക്കണം. 2015 ഫെബ്രുവരി മുതലുള്ള തുക ഞങ്ങൾ ബാങ്കുകളിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും DBT സംവിധാനത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നതിനാൽ യഥാസമയം അക്കൗണ്ടിൽ വരവ് വെച്ചതായി കണ്ടില്ല. അതായിരുന്നു പ്രശ്നം.